നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് തൊഴിൽ മേഖലകൾക്ക് മാറ്റം വരുത്തുവാനോ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനോ ഉള്ള അവസരം ഉണ്ടായിത്തീരും. ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ലഭിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതി കൈവന്നു ചേരുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ആഗ്രഹിക്കുന്ന വിദേശയാത്ര സഫലമാകുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടവരും. കുടുംബത്തിലെ ചിലരുടെ നിർബന്ധത്താൽ പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വെച്ച് നൽകുവാനിടവരും. ഒരുപക്ഷെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി അന്യനാട്ടിൽ നിന്നും പലപ്പോഴും ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനങ്ങൾക്ക് പ്രാരംഭത്തിൽ ചില മുടക്കങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ഈശ്വര ഉപാസനകളെ കൊണ്ട് അന്തിമ നിമിഷത്തിൽ അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുകൂലമായി തീരുവാനിടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനം ഉണ്ടാകും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സ്വദേശത്തും വിദേശത്തും ഭൂമിയോ ഗൃഹമോ വാങ്ങുവാൻ അവസരമുണ്ടാകും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അവസരം അഥവാ അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. ചിന്താമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുവാനും സാധിക്കുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാനുള്ള അവസരം ആശ്ചര്യം അനുഭവത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പുണർദ നക്ഷത്രക്കാരുടെ ഈ 2015 ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.